ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ രാമായണ മാസമൊക്കെ വരാൻ പോവുകയാണ്. വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് അതിൻ്റെ ജോലിയാണ്. പിന്നെ രാമായണം ചൊല്ലാൻ അറിയില്ല എനിക്ക്. ഫുള്ള് അത് ഒരുപാട് നേരം ഇരുന്ന് ചൊല്ലുകയും വേണം. പക്ഷേ അതിൻ്റെ ബുക്കൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ രാമായണത്തിൻ്റെ ഒരു 6 വരി നാമം ഷോർട്ടായിട്ട് ചെല്ലാൻ പറ്റിയ ഒരു വീഡിയോയിൽ കണ്ട് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. പൂർവം രാമം തപോവനാധിഗമനം എന്നുള്ള ഒരു 6-7 വരിയുള്ള ഒരു നാമം. അത് ചൊല്ലിയാൽ മതിയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. രാമായണം ചൊല്ലാൻ അറിയാൻ വയ്യാത്തവരും അല്ലെങ്കിൽ സമയമില്ലാത്തവരും ഒക്കെ അങ്ങനെ ചൊല്ലിയാൽ മതിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡിവൈൻ വർഷിപ്പിലാണെന്ന് തോന്നുന്നു. ആ ചാനലിൽ കണ്ടതാണോ എന്നറിയില്ല. ഏതോ ഒരു ചാനലിൽ കണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് 2 ദിവസമായിട്ട് ഞാൻ മീനൊന്നും കഴിക്കാറില്ല. മോന് വേണ്ടി ചെയ്ത് വെച്ചാണ്. അപ്പം ഞാൻ ഇതിനകത്ത് നമ്മുടെ ചിയ സീഡൊക്കെ കുതിർത്ത് ചേർത്ത് വെച്ചാണ് മുട്ട പൊരിക്കുന്നത്. അപ്പം വീഡിയോയുടെ ക്ലിപ്പിംഗ് ഇട്ടത് മാറിപ്പോയി കേട്ടോ. ഫസ്റ്റ് ഇടേണ്ടത് സെക്കൻഡായിപ്പോയി. ചിയ സീഡ് ഞാൻ കുറച്ച് 5-10 മിനിറ്റ് മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ തക്കാളി, ഉള്ളിയും മുരിങ്ങയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ല, അതിൻ്റെ മരം ഒടിഞ്ഞു പോയി. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞ് ഇത് മോന് കൊടുക്കാനായിട്ട് എടുത്താണ്. പിന്നെ 11 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് അത് ഞാൻ ആദ്യമേ വീഡിയോ ക്ലിപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ സോയാ ചങ്ക്സ് കറിയാണ്. ഉച്ചയ്ക്കല്ല, നമ്മുടെ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് എടുക്കുന്നതാണ് മോന് വേണ്ടി. സോയാ ചങ്ക്സും ചപ്പാത്തിയാണ് ഇപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയണമെന്ന് ഉദ്ദേശിക്കുന്നതേ, ഇന്നലെ ഒരു ചേച്ചി ഇവിടെ വന്നിരുന്നേ. അപ്പോൾ ആ ചേച്ചി ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് വരുന്നതാണ്. കുറച്ച് പ്രായമുള്ള ചേച്ചിയാണ്. അപ്പം ചേച്ചി എപ്പോൾ വന്നാലും ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കുറ്റം പറച്ചിലാണ്. എന്തെങ്കിലും ഒരു കുറ്റം പറയാതെ ആ ചേച്ചി പോകാറില്ല. അപ്പം ഇന്നലെ ഇതുപോലെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. അവർക്കൊരു 10-60 വയസ്സായ സ്ത്രീയാണ്. ഈ 60 വർഷം കൊണ്ടും ഈ ഭർത്താവിനെ അവരെങ്ങനെ സഹിക്കുന്നെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എല്ലാത്തിനും ഭയങ്കര സ്ട്രിക്റ്റുള്ള കുറേ ആണുങ്ങളുണ്ട്. അവരുടെയൊക്കെ കൂടെ ജീവിച്ച് തീർക്കാൻ ചില സ്ത്രീകൾ കിടന്ന് പാടുപെടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമം വരും. ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെ നിൽക്കില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോൾ അവർ പറയും എനിക്ക് ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ പോകാൻ പറ്റാത്ത കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും പോകാത്തവരെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതുമൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസിൽ കാണുന്നുണ്ട്. എന്നാൽ പണ്ടത്തെ കുറച്ച് കാലം പഴക്കമുള്ള സ്ത്രീകൾ എന്ന് വെച്ചാൽ പ്രായമുള്ള കുറച്ച് അമ്മമാരെയൊക്കെ എനിക്ക് ഇതുപോലുള്ളത് അറിയുന്നുണ്ട്. ആ അമ്മ എപ്പോഴും ആ ഭർത്താവിൻ്റെ കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തെടുത്താലും കുറ്റം പറയുന്ന ഒരു ഭർത്താവാണ് അദ്ദേഹം. ആ സ്ത്രീ അവരെങ്ങനെ അദ്ദേഹത്തെ സഹായിക്കുന്നെന്ന് പലപ്പോഴും എനിക്ക് ചിന്തിക്കാറുണ്ട്. ആ ചേച്ചി സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് കേട്ടോ. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായിട്ട് പോലും അവർക്ക് ഇത്ര ബുദ്ധിമുട്ടാണ്. വീട്ടിലെന്ത് ആഹാരം വെച്ച് കൊടുത്താലും അതിന് കുറ്റം, പിന്നെ എന്തെങ്കിലും പുറത്തു പോയി വാങ്ങിക്കുന്നതിന് കുറ്റം, അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വന്തം മക്കളുടെ എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞ് എപ്പോഴും ഭാര്യയുമായിട്ട് വഴക്കിടുക. അവൾക്ക് ആ കഴിവില്ല, മകൻ ആ കഴിവില്ല, അവൻ അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം മക്കളുടെ കുറ്റങ്ങൾ പറഞ്ഞ് തന്നെ ഭാര്യയെ അലോരസപ്പെടുത്തുകയും എപ്പോഴും ശാന്തി കൊടുക്കാതെ ഇരിക്കുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട്. തിരിച്ച് സ്ത്രീകളും അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പരിചയമുള്ള ചേച്ചിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അവർ എന്ത് ചെയ്താലും കുറ്റമാണ് അവർ പറയുന്നത്. എന്തെങ്കിലും ഒരു സാധനം മേടിച്ച്, ഒരു പ്രാവശ്യം എന്തോ ഒരു സാധനം വാങ്ങിച്ച് ബില്ല് വാങ്ങിക്കാൻ മറന്നുപോയതിന് രാത്രിയിൽ അവരെ തിരിച്ച് കടയിൽ പോയി ബില്ല് വാങ്ങിപ്പിച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ലോകത്തിൽ എത്ര പലതരം സ്വഭാവങ്ങളുള്ള എത്ര ആൾക്കാരുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.